സന്തോഷമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വരുവാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ഇതിന് നന്ദി പറയും. നമ്മൾ ചില മനുഷ്യരെ അവർ നല്ലവരാണെന്ന് പറയാറുണ്ട്, ചില മനുഷ്യരെ നമ്മൾ ഒരു മോശം ആളുകളെന്ന് പറയാറുണ്ട്, ചീത്ത മനുഷ്യരെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവരെ നല്ലവരെന്നോ അല്ലെങ്കിൽ ചീത്ത ആളുകളെന്നോ വേർതിരിക്കുന്നത്? അവരുടെ സ്വഭാവ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ അങ്ങനെ വേർതിരിക്കുന്നത്, അല്ലേ? ഇത് നല്ലവനാണെന്നോ ചീത്തയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ടതായ 2 സൽഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഈ ലഘു പ്രഭാഷണം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പലർക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ചിലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുള്ളത്. നഷ്ടപ്പെട്ടു പോകാൻ മീൻസ് നമ്മൾ ചിലപ്പോൾ അത് ഉപയോഗിക്കാതെ പോകാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ സൽഗുണങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അത് മുഖാന്തരം മറ്റു പലർക്കും വേദന ഉണ്ടാകാനിടയായിത്തീരും, നിരാശ ഉണ്ടാകാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ആ സൽഗുണങ്ങളെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണമെന്ന് ഉത്തരവാദിത്തമാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മെക്കൊണ്ട് സമൂഹത്തിന് മറ്റൊരു ദോഷം ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ സൽഗുണങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകിൽ എഴുതി വയ്ക്കാനാണ് പറഞ്ഞത്. ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? 1 ദയ, 2 വിശ്വസ്തത. ഇന്നത്തെ സമൂഹം പലപ്പോഴും ദയവില്ലാത്തൊരു സമൂഹം, അല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴൊക്കെ പക്ഷേ ദയ പറ്റിപ്പേരും കാണുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു TV ന്യൂസ്, നോർത്ത് ഇന്ത്യയിൽ എവിടെ ഒരു ഹോസ്പിറ്റലിൽ അന്ന് പ്രസവിച്ച ഒരു നവജാത ശിശുവിനെ നേഴ്സിൻ്റെ വേഷം കെട്ടി ഒരു സ്ത്രീ വന്നിട്ട് ആ കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അതിന് 50,000 രൂപയ്ക്ക് ആ കൊച്ചിനെ കൊണ്ട് കുറ്റുമെന്നാണ് പറഞ്ഞത്. നവജാത ശിശുവിനെ പോലും വിറ്റ് കാശ് മേടിക്കാനായിട്ട് ശ്രമിക്കുന്നതല്ല. അത്രമാത്രം ആ കുഞ്ഞിന് ജീവിക്കുന്ന പോലും പറയാൻ കഴിയില്ലല്ലോ. മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രസവിച്ച ഉടനെ മാറ്റിക്കൊണ്ട് പോയാൽ. അപ്പോൾ അതിൻ്റെ ജീവിതമോ ഭാവിയോ ഒന്നും കാര്യമാക്കാതെ എനിക്കില്ലേ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതായ അങ്ങനെയുള്ള ഒരുപാട് ദോഷപ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്. അവരുള്ളിൽ ദയയില്ല എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം വിശ്വസ്തത. പലപ്പോഴും മനുഷ്യരിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ കരുതികൾ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളിൽ നിന്ന് ദയയും വിശ്വസ്തയും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഇവ 2ഉം നമ്മളില്ലാതായി തീർന്നാലേ നമ്മളിലെ മനുഷ്യത്വം മരിച്ചു പോവുകയും മൃഗീയത ഉയർന്നു വരുവാനിടയായിത്തീരും. അതുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാനായിട്ട്, നന്മകൾ പ്രവർത്തിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വേദന നിരാശയുമല്ല മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാനായിട്ട് നമ്മുടെ ഈ കരുണയും വിശ്വസ്തയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ സമർപ്പിക്കാം. അങ്ങനെ ജീവിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ ആശ്വാസമായി തീരട്ടെ. നിങ്ങൾ കാണുന്നവർ നിങ്ങൾ നല്ല മനുഷ്യരെന്ന് പറയട്ടെ. താങ്ക് യു. May God bless you.